നമസ്കാരം. കേഡറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു പാർട്ട് 2 വീഡിയോയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയും വികാസവും എന്ന യൂണിറ്റ് ചർച്ച ചെയ്തിരുന്നു. ഇവിടെ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലോക വിദ്യാഭ്യാസം എന്ന ടോപ്പിക്കാണ്. ആധുനിക വികാസം. ഇന്ന് ലോകത്ത് നാം കാണുന്ന വ്യവസ്ഥാപിതമായ വിദ്യാഭ്യാസ രീതിക്ക് കേവലം 150 മുതൽ 200 വർഷത്തെ ചരിത്രം മാത്രമേ ഉള്ളൂ. ചില രാജ്യങ്ങളിൽ ഇത് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ രൂപപ്പെട്ടതാണ്. ആദിമ ജനവിഭാഗങ്ങൾ തങ്ങളുടെ കുലത്തൊഴിലുകളും അതിജീവന രീതികളും കുടുംബങ്ങളിലൂടെയാണ് പകർന്നു നൽകിയിരുന്നത്. ഇതിന് ഒരു ഔപചാരിക ഘടനയില്ലായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പുരാതന നാഗരികതകളാണ്, അല്ലെങ്കിൽ സിവിലൈസേഷൻസ്, ഏൻഷ്യൻറ്റ് സിവിലൈസേഷൻസ്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് പ്രാചീന ഈജിപ്റ്റ്, മെസപ്പൊട്ടോമിയ, ചൈന, ഇന്ത്യ, ഗ്രീസ് തുടങ്ങിയ എല്ലാ മഹത്തായ പുരാതന നാഗരികതകൾക്കും അവരുടേതായ സവിശേഷമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്നു. സാമ്രാജ്യങ്ങൾ വളരുകയും നികുതി പിരിവ്, ഭരണപരമായ രേഖകൾ സൂക്ഷിക്കൽ എന്നിവ വർദ്ധിക്കുകയും ചെയ്തതോടെയാണ് എഴുത്തും വായനയും പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ ആവശ്യമായി തീർന്നത്. പ്രാചീന ഈജിപ്തിലെ വിദ്യാഭ്യാസം. ചരിത്രപരമായ തുടക്കം. BC 3000 മുതൽ ഈജിപ്തിൽ വിദ്യാഭ്യാസ ചരിത്രമുണ്ട്. വിദ്യാസമ്പന്നരായ പുരോഹിതന്മാരായിരുന്നു വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത്. വിദ്യാശാലകൾ. പുരോഹിതന്മാർക്ക് പരിശീലനം നൽകുന്ന ക്ഷേത്ര കലാശാലകളും അല്ലെങ്കിൽ ടെമ്പിൾ കോളേജസ്. ഭരണകാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന പകർപ്പെടുത്തുകാർക്കുള്ള അല്ലെങ്കിൽ സ്ക്രൈബ്സ് എന്ന് പറയും വിദ്യാലയങ്ങളും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. പഠന ഉള്ളടക്കങ്ങൾ. ഇവിടെ പ്രധാനമായിട്ടും എഴുത്ത്, വായന, ഗണിതം, മതം, ഭൂമിശാസ്ത്രം, നക്ഷത്രശാസ്ത്രം, വൈദ്യശാസ്ത്രം എന്നിവ പഠിപ്പിച്ചു. കുട്ടികൾ മരപ്പലകകളിലും മുതിർന്നവർ പാപ്രസ് ഇലകളിലും എഴുതിയിരുന്നു. മെസപ്പൊട്ടോമിയയിലെ വിദ്യാഭ്യാസം. മെസപ്പൊട്ടോമിയയിലെ ക്യൂനിഫോം ലിപികൾ അല്ലെങ്കിൽ ക്യൂനിഫോം സ്ക്രിപ്റ്റ് വളരെ സങ്കീർണമായിരുന്നു. ഇത് പൂർണ്ണമായി മനസ്സിലാക്കി എഴുതാൻ ഏകദേശം 12 വർഷത്തെ കഠിനമായ പഠനം ആവശ്യമായിരുന്നു. അധ്യാപകർ മൺപലകകളിൽ എഴുതി നൽകുന്ന പാഠങ്ങൾ ആവർത്തിച്ച് പകർത്തി എഴുതിയാണ് കുട്ടികൾ വിദ്യ അഭ്യസിച്ചിരുന്നത്. സാമ്പത്തിക പ്രാധാന്യം. വിദ്യാഭ്യാസം വൻ സാമ്പത്തിക ചെലവ് ഉള്ളതായതുകൊണ്ട് പ്രഭുകുമാരന്മാർ, സമ്പന്ന കച്ചവടക്കാർ, പുരോഹിതന്മാർ എന്നിവർക്ക് മാത്രമേ പഠന അവസരം ലഭിച്ചിരുന്നുള്ളൂ. പെൺകുട്ടികൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. എഴുത്ത്, ഗണിതം എന്നിവയ്ക്ക് പുറമെ പ്രായോഗികമായ എഞ്ചിനീയറിംഗ്, നക്ഷത്രശാസ്ത്രം, വാസ്തുവിദ്യ എന്നിവയും പഠിപ്പിച്ചു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പുരാതന ഗ്രീസിലെ വിദ്യാഭ്യാസത്തെ പറ്റിയാണ്. ഇവിടെ 2 തരം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അതിന് 2 പേരുമുണ്ട്: സ്പാർട്ട, ഏഥൻസ്. ലോക വിദ്യാഭ്യാസ ചിന്തയ്ക്ക് മഹത്തായ സംഭാവന നൽകിയ ഗ്രീസിൽ 2 തരം വിപരീത വിദ്യാഭ്യാസ മാതൃകകൾ നിലനിന്നിരുന്നു. സ്പാർട്ട കഠിനമായ കായിക സൈനിക അച്ചടക്കത്തിലൂടെ ധീരന്മാരായ യോദ്ധാക്കളെ വാർത്തെടുക്കൽ. 7 വയസ്സിൽ സൈനിക പരിശീലനം ആരംഭിച്ചു. ഇനി ഏഥൻസ്. ജനാധിപത്യപരമായ പൗരത്വം വികസിപ്പിക്കാൻ സംഗീത സ്കൂളുകളും കായിക വിദ്യാലയങ്ങളും അതുവഴി ബുദ്ധിപരവും ശാരീരികവുമായ സമഗ്ര വ്യക്തിത്വ വികസനത്തിന് മുൻഗണന നൽകി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗ്രീസിലെ ഉന്നത വിദ്യാലയങ്ങൾ. സോഫിസ്റ്റുകളുടെ വരവ്, അക്കാദമിയും ലൈസിയവും. ഇതിലെ ഫസ്റ്റ് ടോപ്പിക് സോഫിസ്റ്റുകളുടെ വരവ്. ഗ്രീസിലെ രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങളുടെ ഭാഗമായി ഉയർന്നു വന്ന ബുദ്ധിജീവികൾക്കായി സോഫിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന അധ്യാപകർ ഉയർന്നു വന്നു. പ്രഭാഷണപരമായ വിദ്യാലയങ്ങൾ ജനാധിപത്യ ഭരണത്തിൽ പൗരന്മാരെ പ്രായോഗികമായി പങ്കെടുക്കാനും വാദമുഖങ്ങൾ ഉന്നയിക്കാനും പരിശീലിപ്പിച്ചു. അക്കാദമിയും ലൈസിയവും ദാർശനിക ചിന്തയ്ക്കും ന്യായവാദത്തിനും മുൻഗണന നൽകിയ സ്ഥാപനങ്ങൾ പിൽക്കാലത്തുണ്ടായി. ഇതിൽ പ്ലേറ്റോ സ്ഥാപിച്ചതാണ് അക്കാദമി, അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ചത് ലൈസിയം. ഈ ഉന്നത സ്ഥാപനങ്ങളിൽ നിന്നാണ് യൂറോപ്പിലെ പിൽക്കാല സർവകലാശാല ആശയങ്ങൾ രൂപം കൊണ്ടത്. വ്യാവസായിക യുഗത്തിലെ പരിവർത്തനം. സാർവത്രിക വിദ്യാഭ്യാസം. വ്യാവസായിക വിപ്ലവത്തോടെ
പരമ്പരാഗത കാർഷിക സമൂഹങ്ങളിൽ നിന്നും പുതിയ ഫാക്ടറി തൊഴിലാളി വ്യവസ്ഥയിലേക്ക് ആളുകളെ മാറ്റാൻ സാർവത്രിക വിദ്യാഭ്യാസം ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നായി മാറി. 1833 ബ്രിട്ടീഷ് ഫാക്ടറി ആക്ട് പ്രകാരം ഫാക്ടറി ജീവനക്കാരുടെ മക്കൾക്ക് ദിവസം 2 മണിക്കൂർ നിർബന്ധിത വിദ്യാഭ്യാസം നൽകാൻ വ്യവസ്ഥ ചെയ്തു. അധ്യാപക പരിശീലനം 1880 ബ്രിട്ടനിൽ 10 വയസ്സുവരെയുള്ള മുഴുവൻ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കി. ഇതേ കാലയളവിലാണ് അധ്യാപക പരിശീലന സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ടീച്ചർ ട്രെയിനിങ് ലോകത്ത് വികസിക്കുന്നത്. ഇത് പ്രകാരം നിശ്ചിത സമയക്രമം, ക്ലാസ് മുറികൾ, കരിക്കുലം, പരീക്ഷാ രീതികൾ എന്നിവ രൂപപ്പെട്ടു. ഫിൻലാൻഡിലെ വിദ്യാഭ്യാസ മാതൃക. ലോകത്തെ ഏറ്റവും വിജയകരമായ വികസിത സ്കൂൾ മാതൃകയാണ് ഫിൻലാൻഡിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ശിശു സൗഹൃദവും സ്വതന്ത്രവുമായ പഠനം. ഫിൻലാൻഡിലെ അക്കാദമിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് 7-ാം വയസ്സിലാണ്. അതിനു മുൻപ് പ്ലേവേ രീതികളിലുള്ള ശിശുപരിപാലന പരിചരണത്തിനാണ് പ്രാധാന്യം. സവിശേഷതകൾ. സ്കൂളുകൾക്ക് പൂർണ്ണമായ സ്വയം ഭരണാധികാരം ലഭിക്കുന്നു. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും മികച്ച അധ്യാപക പരിശീലനവും ഉയർന്ന പദവിയും നൽകുന്ന രാജ്യമാണ് ഫിൻലാൻഡ്. മാതൃഭാഷയായ ഫിന്നിഷ് മാധ്യമത്തിലാണ് പഠനം നടക്കുന്നത്. കരിക്കുലത്തിലെ കഠിനമായ പരീക്ഷാ സമ്പ്രദായങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. ഫിൻലാൻഡിലെ വിദ്യാഭ്യാസ രീതികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജപ്പാനിലെ വിദ്യാഭ്യാസ രീതികളാണ്. ഇവിടെ മൂല്യബോധത്തിലും സാമൂഹിക കടമകളിലും അധിഷ്ഠിതമായ ഒരു സമ്പ്രദായമാണ് നിലവിലുള്ളത്. വ്യവസ്ഥാപിത ഘടന. ജപ്പാനിൽ എലിമെന്ററി ഘട്ടം 6 വർഷമാണ്, മിഡിൽ സ്കൂൾ 3 വർഷവും. ഇവ രണ്ടും ഉൾപ്പെടുന്ന 9 വർഷത്തെ അടിസ്ഥാന വിദ്യാഭ്യാസം എല്ലാവർക്കും സൗജന്യവും നിർബന്ധിതവുമാണ്. ഇനി മൂല്യബോധവും അച്ചടക്കവും. വിദ്യാലയങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ അധ്യാപകരുടെ പിന്തുണയോടെ കുട്ടികൾ തന്നെയാണ് നിർവഹിക്കുന്നത്. ഇത് അവരിൽ സ്വാശ്രയത്വവും കൂട്ടായ്മയും വളർത്തുന്നു. മറ്റ് സവിശേഷതകൾ. സ്കൂൾ സമയങ്ങളിൽ സന്തുലിതമായ പോഷകാഹാരം സൗജന്യമായി നൽകുന്നു. ജപ്പാനിൽ 100% സാക്ഷരതയും സ്കൂൾ പ്രവേശനവും ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ ലോക വിദ്യാഭ്യാസം എന്ന ഭാഗത്തെ ഓൾമോസ്റ്റ് എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി പാർട്ട് 1 വീഡിയോയെയും ഈ പാർട്ട് 2 വീഡിയോയെ ആസ്പദമാക്കിയുള്ള MCQ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും അത് കാണുക, പഠിക്കുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.